ഇപ്പോൾ റഡാർ പ്രശ്നം ഉടൻ പുനരാരംഭിക്കും. ശിവ നമ്മുടെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്, സ്റ്റേ ബാക്ക് ചെയ്യുക. ഞങ്ങളോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞേക്കുന്നു. അതൊക്കെ അവരെ തീരുമാനിക്കും, നമുക്കറിയില്ല. ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പുനരാരംഭിക്കണമെന്ന് മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശം നൽകിയെന്നാണ്. അല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് വെയിറ്റ് ചെയ്യുവാണ്, കമാൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് അല്ലേ? നമുക്ക് ഇവിടെ നിൽക്കാൻ പറഞ്ഞു, ഇവിടെ തന്നെ സ്റ്റേ ബാക്ക് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ തയ്യാറാണ്, എത്ര മണിക്കൂർ വേണമെങ്കിലും തെരച്ചിൽ നടത്താൻ. അതെ നമ്മളിവിടെ നിൽക്കും. ഇപ്പോൾ നമ്മൾ മലയാളികളെല്ലാം തന്നെ അങ്ങയുടെ വലിയ പ്രതീക്ഷയോടാണ് കാത്തിരിക്കുന്നത്. കാരണം തെരച്ചിൽ തുടരാൻ അങ്ങ് താല്പര്യപ്പെടുകയാണ് അല്ലേ? അല്ല, ഞങ്ങളിത് വന്നത് തന്നെ ഇപ്പോൾ ഗോഡ്രേജിൻ്റെ ആണ് ഈ പ്രോഡക്റ്റ്. ഞങ്ങളിവിടെ കൊണ്ടുവന്നത് തന്നെ ഇതിന് നമുക്ക് കേരളത്തിൻ്റെ ജനങ്ങളുടെ കൂടെ തന്നെ ഞങ്ങൾ നിൽക്കുക. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് ഒരു ജീവനെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുവാണെങ്കിൽ അത്രയും പുണ്യമായിട്ട് നമ്മൾ കരുതുന്നത്. അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയിരിക്കുക, ഇതിനു വേണ്ടി തന്നെ നമ്മൾ നിൽക്കുക. ഇപ്പോൾ ഇതിന് കമാൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ആ സമയം ഉണ്ടെങ്കിൽ ഞങ്ങളോട് അങ്ങയുടെ ഈ മേഖലയിൽ ഇതിന് മുമ്പ് നടത്തിയ ഒരു അനുഭവം. ഞാൻ ആക്ച്വലി കേരള ഓഫീസിലാണ്. എൻ്റെ ഇവിടുത്തെ ബോംബെ ഓഫീസിലെ ആളുണ്ട്. പുള്ളി ഇത് ഓൾറെഡി ഇന്ത്യൻ നേവിയുടെ ഈസ്റ്റേൺ കമാൻഡ്മെൻറ്റുണ്ട്, ആർമിക്കുണ്ട്. അവരെല്ലാം ഇത് യൂസ് ചെയ്ത് ഇതിന് പോസിറ്റീവ് റിസൾട്ട്സ് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഡിവൈസാണിത്. റഷ്യൻ മെയ്ഡാണ്. ദുരിതമുഖങ്ങളുടെ മുമ്പ് ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. അതെ, അതിനോട് ചോദിച്ചാൽ ഞാനത് വർക്ക് ചെയ്തിട്ടില്ല. അത് എല്ലാം നോർത്തിലാണ് ചെയ്തേക്കുന്നത്. സാർ നേരത്തെ വർക്ക് ചെയ്തിരുന്നത്? ഇല്ല, ഇതിപ്പോൾ ഞാൻ കേരളത്തിലെ ഓപ്പറേഷൻ ഇവിടെ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതെ. ഇപ്പോൾ എൻ്റെ കലീഗ് അദ്ദേഹം ഇത് വെളിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സാറിന് നേരത്തെ പ്രൊഫഷണൽ വൈസ് നേരത്തെ മുമ്പ്? ഞാൻ ഗോഡ്രേജിൻ്റെ എംപ്ലോയി. ഞാൻ ആക്ച്വലി ഗോഡ്രേജിൻ്റെ ഇവിടുത്തെ സിസ്റ്റം ഇൻ്റഗ്രേറ്റർ കേരളത്തിൻ്റെ. അതെ, ഗോഡ്രേജ് എക്സ് എംപ്ലോയി ആണ്. ഞാനാണ് സിസ്റ്റം ഇൻ്റഗ്രേറ്റർ. അപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നപ്പം ഇമ്മീഡിയറ്റായിട്ട് ഞാൻ ഗോഡ്രേജ് വിളിച്ച് പറഞ്ഞു. ഗോഡ്രേജിൻ്റെ മാനേജ്മെൻറ്റ് ഇമ്മീഡിയറ്റായിട്ട് അത് പോസിറ്റീവ് റെസ്പോണ്ട് ചെയ്തു. അവർ പറഞ്ഞ് നമുക്ക് ഈ സാധനം അയച്ചു തരാം, കേരള പോലീസിൻ്റെ അപ്രൂവൽ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഹെഡ് ഓഫീസിൽ ബന്ധപ്പെട്ട് അവർ വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞു ഇത് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ വയനാട് SP ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇത് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിത് കൊൽക്കട്ടയിലായിരുന്നു ഈ ഡിവൈസ്. കൊൽക്കട്ടയിൽ നിന്ന് ഇന്നലെ ബോംബെയിൽ നിന്ന് ഇന്നലെ രാത്രി 11:30 മണിക്ക് കണ്ണൂർ വന്നു. ഇന്നലെ രാത്രി 11:30 രാത്രി ഇത് എത്തി ഇവിടെ. അപ്പോൾ ഇന്നലെയാണ് ഞങ്ങൾക്ക് അത് പെർമിഷൻ കിട്ടി. അപ്പോൾ ഇന്നലെ രാവിലെ ചോദിച്ച ഉടനെ അവർ കൊണ്ടുവരാൻ പറഞ്ഞു. രാത്രി കൊൽക്കട്ടയിലായിരുന്നു, അത് ഇന്ന് ഇവിടെ എത്തി 11:30 എത്തി. ഇന്ന് രാവിലെ 7-8 മണിക്ക് ഞങ്ങൾ ഇവിടെ എത്തി. ഈ മേഖല എത്തിയപ്പോഴാണ് സിഗ്നൽ കിട്ടുന്നത് അല്ലേ? ഇന്ന് ഞങ്ങളൊരു 4-4ാമത്തെ സ്പോട്ടാണിത്. നാലാമത്തെ സ്പോട്ടാണത്. അവിടെ അതൊന്ന് ഫോക്കസ് പരിശോധിക്കാന്ന് വെച്ചാൽ അവർ എവിടെ പറയുന്നത് വെച്ചാൽ അവിടെ എല്ലാം നമ്മളത് പരിശോധിക്കാം. അത്രയും കടയിൽ നമുക്കൊന്ന് ഉറപ്പിക്കണം, ആ പ്രദേശത്ത് ഉറപ്പിക്കണമെങ്കിൽ എത്ര തവണ കൂടി ഒന്ന് നടത്തേണ്ടി വരും? ഇല്ല, ഇപ്പോൾ ഇനി അത് എത്ര തവണ നടത്തിയാലും അത് അവിടെ ഉണ്ട്. അതാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അത് എന്തുവാന്നുള്ള കാര്യം നമുക്കറിയില്ല. അവിടെ കറക്റ്റായിട്ട് ആ ഒരു സ്പോട്ടിൽ ഒരു സിഗ്നലുണ്ട്. പക്ഷേ നിങ്ങൾ എത്രത്തോളം നിങ്ങളിത് ക്ലിയർ ആയി തരുന്നു. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഭയങ്കര ഡിസ്റ്റർബൻസ് ഇതിന്. ഇപ്പോൾ വേവ്സിലില്ലേ, അപ്പോൾ നമ്മളിപ്പം മുമ്പ് നേരത്തെ ഈ JCBയുടെ സൗണ്ട് ഉണ്ടായിരുന്നു, പിന്നെ ആൾക്കാർ ചുറ്റും കൂടി നിൽക്കുന്നതുകൊണ്ട് ഇതിനകത്ത് അത്രയും ആക്യുറസി കിട്ടുന്നില്ല. അപ്പോൾ നമ്മളിത് വളരെ പിന്നോട്ടൊരു അറ്റ്ലീസ്റ്റ് ഒരു 50-80 മീറ്റർ അല്ലെങ്കിൽ 100 മീറ്റർ മാറിയിട്ട് ഈ ഡിവൈസ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് എക്സാക്റ്റായിട്ട് പിൻ പോയിന്റ് ചെയ്ത് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അതായിരിക്കും ഒരുപക്ഷെ നമ്മളിനി ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ആൾക്കാരെ മൊത്തം രാത്രിയും എല്ലാവരും ഒഴിപ്പിച്ചിട്ട് അത് വീണ്ടും അവിടെ ചെക്ക് ചെയ്യാം. സാർ, ഒരു സംശയമുണ്ട്. നമ്മളിപ്പോൾ 2 ഇടത്ത് പരിശോധന നടത്തി. ഇപ്പോൾ എത്ര ഏരിയയ്ക്കുള്ളിലായിരിക്കാം ഈ സിഗ്നൽ കിട്ടിയ ഒരു ജീവൻ്റെ ഒരു തുടിപ്പുണ്ടാകാൻ സാധ്യത അങ്ങനെ ഉണ്ടെങ്കിൽ? ഇതിപ്പോൾ 0.7 മീറ്ററിൽ 0.7-0.8 മീറ്ററിലാണ് കാണിക്കുന്നത്. ചുറ്റളവാണ് ലെസ് ദാൻ 1 മീറ്ററിനകത്താണ് ഇത് കാണിക്കുന്നത്. അതെ. 2.3 മീറ്ററിൽ കാണിക്കുന്നത്. 2.3 ഡെപ്ത്, ഡയമീറ്റർ 7 മീറ്ററോളം അല്ലേ? 0.7 മീറ്റർ. അവിടെ നമ്മളുടെ മെഷീനിൽ ഒരു ബ്രീത്തിങ് സിഗ്നൽ വരുന്നുണ്ട്, കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്നുണ്ട്. അവരാണിത് മൊത്തം ചെയ്ത്. ഇപ്പം ഇവിടെ വന്ന സൈനിക ഉദ്യോഗസ്ഥർ ഈ എക്വിപ്മെന്റ് നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഓഫീസർ വന്ന്, അപ്പോൾ അദ്ദേഹം ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനെക്കാട്ടി കൂടിയ മെഷീൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിനകത്ത് ഒരു പക്ഷേ ഹ്യൂമൻ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജന്തുക്കളാവാനോ സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞല്ലേ? അതെ. നമ്മളിപ്പോൾ 2 ഇടവണ തെരച്ചിൽ നമ്മൾ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടത് ഈ 2 സ്ഥലമാണോ 8 മീറ്റർ ഡയമീറ്ററിൽ പെടുന്ന സ്ഥലം? ഈ 2 സ്ഥലത്തും ഒരേ സ്ഥലത്താണ് കണ്ടത്. നമ്മൾ ആദ്യം ചെക്ക് ചെയ്തപ്പോൾ കണ്ട്, പിന്നെ കുറേ അവർ കുഴിച്ച് നോക്കിയിട്ട് വീണ്ടും ചെക്ക് ചെയ്ത്, അപ്പോഴും സെയിം സ്പോട്ടിലാണിത് കാണുന്നത്. ഈ സ്പോട്ട് 2 തവണയാണോ പരിശോധന നടത്തുന്നത്? 2 വട്ടം നടത്തി.
ഇപ്പം ഇനി മൂന്നാമത് ഈ കൂടുതൽ പരിശോധന ഈ കെട്ടിടത്തിന്റെ ഒരു ബലക്ഷയം നമുക്ക് വെല്ലുവിളിയാവുന്നുണ്ടോ? ഇത് അതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇതൊരു ജസ്റ്റ് ഒരു ബോക്സ് വെച്ചിട്ട് അതിനകത്ത് നിന്ന് 300-400 മെഗാഹെർട്സ് ഫ്രീക്വൻസി താഴോട്ട് പോകുന്നുള്ളതല്ല. അതിനകത്ത് ഹ്യൂമന് പോലും ഒരു കുഴപ്പമില്ല. എനിക്ക് അതിൻ്റെ അടുത്ത് പോയി നിന്ന് ചെക്ക് ചെയ്താലും ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ നിൽക്കുമ്പോൾ ഈ ബിൽഡിംഗ് കണ്ട് നിങ്ങൾ കണ്ടില്ലേ, സ്ട്രക്ചർ എല്ലാം പോയി നിൽക്കുക. അത് ഒരു പക്ഷേ അതെല്ലാം കൊളാപ്സ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അറിയില്ല, അതൊക്കെ അവരെ ഇപ്പം ഞങ്ങളുടെ അടുത്ത് ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവർ ഫ്ലഡ് ലൈറ്റ് വെക്കുന്ന നമ്മളും പ്രതീക്ഷയോടെ ഒരു നിർദ്ദേശത്തിനായി കാത്തിരിക്കുകയാണല്ലേ. നിർദ്ദേശം വന്നേക്കുന്നത് നിൽക്കാൻ പറഞ്ഞേക്കുന്നത് പരിശോധന നടത്താൻ ആഗ്രഹമാണ്. ആവും തീർച്ചയായിട്ടും വളരെ നിർണായകമായ വിവരങ്ങളാണ് നൽകിയത്. അതായത് അവരോട് പോകരുത്, അവിടെ തുടരാൻ ഇതാ സംസ്ഥാനം ആവശ്യപ്പെട്ടിരിക്കുന്നു, മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നു. അത് പ്രകാരം രാത്രിയിൽ ലൈറ്റ് നൽകും, രാത്രിയിൽ വേണ്ട തെരച്ചിലിന് വേണ്ട സൗകര്യങ്ങളൊക്കെ സംസ്ഥാന സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്നു. അതിന്റെ ഭാഗമായ ഉദ്യോഗസ്ഥർ അവരുടെ അവിടെ തുടരാനാണ് പറഞ്ഞിരിക്കുന്നത്. 2.3 മീറ്റർ താഴ്ചയിൽ, അതായത് വളരെ അടുത്ത് തന്നെയാണുള്ളത്, 7 മീറ്റർ ചുറ്റളവിൽ ആണ് ഇപ്പോൾ സിഗ്നൽ കണ്ടെത്തിയിരിക്കുന്നത് ശ്വസനത്തിൻ്റെ. അതും കൺസിസ്റ്റൻ്റായി തുടർച്ചയായി ശ്വാസോച്ഛ്വാസമുണ്ട്, ജീവനുണ്ട്. ആരുടേതാണത്, എത്ര പേരുണ്ട്, ഇതൊക്കെയാണ് ഇനി അറിയാനുള്ളത്. സുജൂട്ടി ബാബു, അജിംഷാ, രാത്രി നടത്തുന്ന പരിശോധനയ്ക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. രാത്രി മുമ്പ് നടത്തുമ്പോൾ JCBയുടെ സൗണ്ട് ഉണ്ട്, ആളുകളുടെ എണ്ണം കൂടുതലായിരുന്നു. രാത്രി നടത്തുന്ന പരിശോധനയ്ക്ക് ഒരു പക്ഷേ നമുക്ക് അദ്ദേഹം ഇവിടെ ഉള്ളൂ, അദ്ദേഹത്തിനോട് ചോദിക്കാമെന്നാണ്. അദ്ദേഹം ഫോണിലാണ്, ആ സംശയം നമുക്ക് പിന്നീട് ചോദിക്കാം. രാത്രി നടത്തുന്ന പരിശോധനയ്ക്ക് ഒരു പക്ഷേ കുറച്ചുകൂടെ ആക്യുറസി ഉണ്ടാകും അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങളിൽ. കാരണം അദ്ദേഹമാണ് നമുക്ക് ഈ ഇപ്പം വിവരങ്ങൾ നൽകുന്നത്. അദ്ദേഹം വളരെ പ്രതീക്ഷ, അദ്ദേഹം ആരോടൊക്കെ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുഖത്തിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ഗോദ്രേജിന്റെ ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ഈ തിരച്ചിൽ ഇങ്ങനെ നടത്തണം അല്ലെങ്കിൽ എപ്പോൾ നടത്തണം എന്നൊന്നും പറയാനുള്ള ഉദ്യോഗസ്ഥനല്ലല്ലോ അദ്ദേഹത്തിന്. പക്ഷേ അദ്ദേഹത്തിന്റെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാം, അദ്ദേഹത്തിനും നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഒരു ജീവന്റെ തുടിപ്പ് അല്ലെങ്കിൽ ഒരു ശ്വാസോച്ഛ്വാസം അവസാനിപ്പിച്ച് പോവാൻ അദ്ദേഹത്തിന് മനസ്സില്ല. പക്ഷെ അത് മാധ്യമങ്ങളോട് ഇപ്പൊ സൈന്യം, നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം, സൈന്യം തിരികെ എത്തിയിരിക്കുകയാണ്. തീർച്ചയായും ടോപ്പ് ഭാഗം ഇപ്പോൾ ഈ ശ്വാസോച്ഛ്വാസം, തുടർച്ചയായി ശ്വാസോച്ഛ്വാസം അടയാളപ്പെടുത്തിയ ആ ഭാഗം എന്നത് യൂനിസ് എന്ന ആളിൻ്റെ വീടിൻ്റെ അടുക്കള ഭാഗമാണ്. അവിടെ നിന്ന് 3 പേരെയാണ് കാണാനുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ പിതാവടക്കമുള്ളവരുണ്ട്. 3 പേരെയാണ് ഇനി കാണാനുള്ളത്. ഒരുപക്ഷെ അവരാകാം. കാരണം വളർത്തുമൃഗമില്ല യൂനിസിൻ്റെ വീട്ടിൽ. ദൂരെ നിന്നെങ്ങാണം ഒഴുകി വന്നുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാകില്ല. പക്ഷേ യൂനിസിൻ്റെ വീട്ടിൽ ഇതൊരു അറ പോലെ ഈ കോൺക്രീറ്റ് ഇരുത്തിയ ഭാഗത്താണ് എങ്കിൽ അതിനകത്ത് ശ്വാസം നിന്നൊരു ബങ്കർ പോലെ ഒരു ജീവൻ്റെ സാധ്യതയ്ക്ക് നിലനിൽക്കാനുള്ള സാധ്യത ലഭിക്കും. അതാണ് ശ്വാസോച്ഛ്വാസം തുടർച്ചയായി ലഭിക്കുന്നതിൻ്റെ അർത്ഥം. അതൊരു പക്ഷേ ഈ യൂനിസിൻ്റെ വീട്ടിൽ പുറത്തു നിന്നും ഒഴുകി അകത്തേക്ക് സംഭവങ്ങൾ വരാനുള്ള സാധ്യതകൾ കുറവാണ് നമ്മുടെ നിഗമനത്തിൽ. അങ്ങനെയാണ് എങ്കിൽ അത് അവരെ വീട്ടിൽ വളർത്തുമൃഗമില്ല എന്ന സ്ഥിതിക്ക് അത് മനുഷ്യർ തന്നെയാകും. സുജു, അജിംഷാദ്, ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥർ ഈ റഡാർ പരിശോധിക്കുന്ന ഗോദ്രേജിന്റെ ഉദ്യോഗസ്ഥരിലേക്ക് എത്തുന്ന ഒരു ദൃശ്യങ്ങളാണ്. സൈനികർ ഇവിടെയുണ്ട്, അവരുടെ ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം നൽകുന്നത്. അവർ ഈ മേഖലയിൽ സൈനിക ഉദ്യോഗസ്ഥർ അവർ ഈ വീടിന് അരികിലേക്ക് എത്തി നടത്തുന്ന പരിശോധനയാണ്. അവർ ഒരു പക്ഷേ വീടിന്റെ ഈ ഒരു സാഹചര്യം, അതിന് എങ്ങനെ പരിശോധന നടത്തണം എന്ന കാര്യത്തിലായിരിക്കാം അവരിപ്പോൾ പരസ്പരം സംസാരിക്കുന്ന. വളരെ നിർണായകമായ ഇപ്പോൾ തത്സമയം കാണുന്ന ദൃശ്യങ്ങൾ സൈനിക ഉദ്യോഗസ്ഥർ, സൈനിക തലത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരാണ്. അവരെത്തിയാണ് ഇപ്പോൾ വീടിന്റെ ഈ ബിൽഡിങ്ങിന്റെ മുൻഭാഗത്തെത്തി അവർ പരസ്പരം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അവരും ഒരു പക്ഷേ അവരുടെ മേലുദ്യോഗസ്ഥരോടായിരിക്കാം ഫോണിലൊക്കെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സൈന്യം ഈ സ്ഥലത്തേക്ക് തിരിച്ചെത്തി എന്നത് ഒരു പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ്. നമ്മൾ ആഗ്രഹിച്ച വാർത്തയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ആഗ്രഹിക്കുന്ന വാർത്തയുമാണ് നമുക്കിപ്പോൾ നൽകാൻ സാധിക്കുന്ന. സൈനിക ഉദ്യോഗസ്ഥർ അവർ ഈ കെട്ടിടത്തിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുന്നുണ്ട്. ഒരു പക്ഷേ ഇത് പകർത്തിയ ശേഷം ഇതുമായി ബന്ധപ്പെട്ട ഈ വളരെ പ്രാഗൽഭ്യമുള്ള സൈന്യത്തിന് നമുക്കറിയാം. നമ്മൾ ഈ രക്ഷാപ്രവർത്തനത്തിൽ ബേരി പാലം നിർമ്മിച്ചപ്പോൾ നമ്മൾ എത്രമാത്രം സൈന്യത്തിന് നന്ദി പറഞ്ഞോ, അത്തരത്തിൽ പ്രാഗൽഭ്യമുള്ള ഉദ്യോഗസ്ഥരാണ്. ദുരന്തമുഖത്ത് ഇന്ത്യ ജനതയോടൊപ്പം എക്കാലവും നിൽക്കുന്ന ആ സൈനികർ ഇപ്പോൾ തിരികെ എത്തിയ ശേഷം അവർ ഈ കെട്ടിടത്തിന്റെ ചിത്രങ്ങൾ എടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായും അവർ ഒരു പക്ഷേ ഇത് മറ്റ് ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്താൻ തന്നെയായിരിക്കാം തീർച്ചയായും ഇത്തരം ചിത്രങ്ങൾ എടുക്കുന്നത്. അത്
പ്രതീക്ഷ നൽകുന്നതാണ്. അതൊക്കെ സൂചിപ്പിക്കുന്നത് ആസിം ഷാ സൂചിപ്പിച്ചുള്ള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം എത്തുന്നു. അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ സൈനികരും ഉദ്യോഗസ്ഥരും തിരികെ എത്തുന്നത്. അവരും ഈ രക്ഷാ ദൗത്യം പുനരാരംഭിക്കാൻ വേണ്ടിയുള്ള സാധ്യതകൾ ആരായാനായിരിക്കാം. അതിന്റെ കാര്യങ്ങൾ ഒരുക്കാൻ സജ്ജീകരണങ്ങൾ വലിയ വെളിച്ചം ഇതിനാവശ്യമാണ്. അത് എത്തിക്കേണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരു ഇപ്പോൾ അത് സൈനികരുടെ കൈവശമുണ്ടോ അതല്ല കേരള പോലീസാണോ എത്തിക്കുന്നതെന്നുള്ള കാര്യത്തിലൊക്കെ വിവരങ്ങൾ ലഭിക്കേണ്ടിട്ടുണ്ട്. എന്തായാലും സൈനിക ഉദ്യോഗസ്ഥർ തിരികെ എത്തി അവർ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇപ്പോൾ ഈ കാണുന്ന റഡാർ സംവിധാനം ഒരുക്കുന്ന ഗോദ്രേജിന്റെ ഉദ്യോഗസ്ഥരോടൊപ്പം സൈനിക ഉദ്യോഗസ്ഥരെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കാം. അവർക്ക് ഈ പരിശോധന ഒരുപക്ഷെ ഇവർ സംയുക്തമായിട്ടായിരിക്കാം ഈ കാര്യങ്ങളിൽ സംസാരിക്കുന്ന തീരുമാനിക്കുന്നത്. ഇവിടെ 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 അവർ റഡാർ നമുക്ക് ദൃശ്യങ്ങൾ ഇപ്പം റഡാർ മെഷീൻ ഒരു ബോക്സിനകത്തുള്ളത് അവര് ഞാൻ ആ കാര്യം കൂടെ ഒന്ന് പരിശോധന പുനരാരംഭിക്കുവാണ്. സൈനിക ഉദ്യോഗസ്ഥരെത്തി റഡാർ മെഷീൻ ഈ ഗോദ്രേജിന്റെ ഉദ്യോഗസ്ഥരും അവർ ആ കാര്യം എടുത്തു. ഇനി വീടിന്റെ ഉള്ളിലാണോ എന്നറിയേണ്ടതായിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും വീടിന്റെ ഉള്ളിലേക്കാണ് ആ മുമ്പിൽ അവർ റഡാർ മെഷീൻ അവരത് ഓപ്പൺ ചെയ്യുകയാണ്. അതിന്റെ അതായത് കൃത്യമായി പറയാം 2 ഘട്ട പരിശോധനയ്ക്ക് ശേഷം 3ാം ഘട്ട പരിശോധനയ്ക്കായി റഡാർ മെഷീൻ ഇപ്പോൾ തുറക്കുന്ന ഒരു ദൃശ്യങ്ങളാണ്. ഇത് നമ്മൾ ആഗ്രഹിച്ചത് റഡാർ ആ ഒരു കമാൻഡിന് വേണ്ടി സൈനികരിൽ നിന്ന് നിർദ്ദേശം ലഭിക്കാൻ വേണ്ടിയായിരുന്നു ഈ റഡാർ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഗോദ്രേജിന്റെ ഉദ്യോഗസ്ഥർ കാത്തിരുന്നത്. അവരുടെ മുഖത്തും ആ കാത്തിരിപ്പ് കാണായിരുന്നു. അവർ ഇപ്പോൾ 2 ആളുകളാണ്. ഒന്ന് കേരളത്തിന് പുറത്തു ചുമതലയുള്ള ആൾ, അദ്ദേഹം മറ്റ് ദുരിതമുഖങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾ, മറ്റൊരാൾ കേരളത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥൻ. ആ ഉദ്യോഗസ്ഥനാണ് മലയാളത്തിൽ സംസാരിച്ച് നമുക്ക് വിശദീകരണം നൽകുക. അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം SPയുടെയൊക്കെ അനുമതിയിലൂടെയാണ് ഇന്ന് 11 മണിക്ക് റഡാർ പരിശോധനയ്ക്ക് എത്തിയ അവർ. ഇത് ഒരു 4ഓളം സ്പോട്ടുകളിൽ അവരെത്തിയെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് റഡാർ പരിശോധന പുനരാരംഭിക്കുവാൻ വേണ്ടി അതിന് ഇതാണ് ഈ സൈന്യത്തെ സഹായിക്കാൻ സന്നദ്ധ പ്രവർത്തകരൊക്കെ ഉണ്ട്. അതൊരു സന്തോഷമാണ്. ഇത് സൈന്യം മാത്രമല്ല സന്നദ്ധ പ്രവർത്തകരും അവർ പിൻവാങ്ങിപ്പോകുന്നില്ല. അവരുൾപ്പെടെയുള്ളവർ ഇവിടെ നിൽപ്പുണ്ട്. ഇപ്പോൾ റഡാർ പരിശോധന വീണ്ടും പുനരാരംഭിക്കും. അതിന് എനിക്ക് തോന്നുന്നത് നമുക്ക് റഡാറിന്റെ ഉപകരണങ്ങളാണ് നമ്മളോടൊക്കെ സംസാരിച്ച 2 ഉദ്യോഗസ്ഥർ ഗോദ്രേജിന്റെ 2 ഉദ്യോഗസ്ഥർ അവർ ഇപ്പോൾ മലയാളികളെല്ലാം ഉറ്റുനോക്കുന്നത് അവരുടെ ഈ പരിശോധനയ്ക്കായാണ്. അവർ ഉറപ്പിച്ചു പറയുന്നു എ സ്ട്രോങ് സിഗ്നൽ അവർക്ക് 2 times 2 തവണ കിട്ടിയെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ആ റഡാർ അതിന്റെ ഉപകരണങ്ങൾ അവർ ഓണാക്കി ആ പരിശോധന ആരംഭിക്കുകയാണ്. മുമ്പ് ഒത്തിരി ഒച്ചയുള്ള സൗണ്ടൊക്കെ ഉള്ള സമയത്തായിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി ഒരു പക്ഷേ ആക്യുറസി ലഭിക്കാൻ സാധ്യതയുണ്ട്. ആ പരിശോധന അവർ ആരംഭിക്കുകയാണ്. ഏറെ നിർണായകമാണ് ഈ പരിശോധന. അങ്ങനെ നമുക്ക് ഒരു ജീവന്റെ തുടിപ്പ് ശ്വാസോച്ഛ്വാസം അവിടെ ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ മനുഷ്യനായിക്കോട്ടെ മൃഗങ്ങളായിക്കോട്ടെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോവാൻ കേരളീയർക്ക് സാധിക്കില്ല, മലയാളികൾക്ക് സാധിക്കില്ല. അത് ആ മലയാളികൾക്ക് വേണ്ടി ആര് നിർദ്ദേശം നൽകും എന്ന ചോദ്യത്തിന് ഉത്തരമായാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത് നിർദ്ദേശം നൽകിയെന്ന വിവരം സുപ്രധാന വിവരം പുറത്തു വരുന്നത്. ഇപ്പോൾ റഡാർ പരിശോധന പുനരാരംഭിക്കുന്നു. 3ാം തവണ പരിശോധന നടത്തുന്നു. 2 തവണ നടത്തിയ പരിശോധനയിലും ഒരു സിഗ്നൽ ലഭിച്ചു. അത് അവർ ഗോദ്രേജിന്റെ ഉദ്യോഗസ്ഥർക്ക് സംശയമില്ല. ആ കാര്യങ്ങൾ അവർ മാധ്യമപ്രവർത്തകരോടും പങ്കുവച്ചു. അവരുടെ അനുഭവ സമ്പത്തും അവർ അല്പസമയം മുമ്പേ ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ വിവരങ്ങൾ എങ്ങനെയാണ് ഈ സിഗ്നൽ പരിശോധന നടത്തുന്നതൊക്കെ കൃത്യമായി പങ്കുവച്ചിരുന്നു. ഇപ്പോൾ 3ാം ഘട്ട പരിശോധന നടത്തുന്നതും